ഹരി ഓം. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 12-ാം അധ്യായമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അത് തീരെ ചെറുതല്ല, എന്നാൽ ഒരുപാട് വലുതുമല്ല. 35 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ഷഷ്ഠസ്കന്ധേ ദ്വാദശോധ്യായः 12-ാം അധ്യായം. ഋഷിരുവാച ഏവം ജിഹാസുർനൃപദേഹമാജൗ മൃത്യും വരം വിജയാൻ മന്യമാനഃ ശൂലം പ്രഗൃഹ്യാഭ്യപതത് സുരേന്ദ്രം യഥാ മഹാപുരുഷം കൈഡഭോപ്സു. മഹാപുരുഷം എന്നെഴുതും, പൂരുഷം എന്നില്ല കേട്ടോ. ചില പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടത്. യഥാ മഹാപുരുഷം, മഹാപുരുഷനായ മഹാവിഷ്ണുവിനെ എന്നുള്ള അർത്ഥമല്ല, മഹാപൂരുഷമല്ല. ഏവം ഇപ്രകാരം ആജൗ യുദ്ധത്തിൽ, അത് ആ വാക്ക് നേരത്തെ വന്നിട്ടുള്ളതാണ്. ദേഹം ജിഹാസോ, ആ ശരീരത്തെ ഉപേക്ഷിക്കാൻ, ശരീരത്തെ വെടിയാൻ ആഗ്രഹിക്കുന്നവനും അതിനേക്കാൾ വിജയത്തിനേക്കാൾ മൃത്യും മരണത്തെ വരം മന്യമാന വരിക്കുന്ന, മരണം ശ്രേഷ്ഠമാണെന്ന് കരുതുന്ന അപ്സു ജലത്തിൽ മഹാപുരുഷം വിഷ്ണുവിനെ, ജലത്തിലാണല്ലോ മഹാവിഷ്ണു അയനം ചെയ്യുന്ന, നാരത്തിൽ അയനം ചെയ്യുന്നവൻ നാരായണൻ, നാരം വെള്ളം. അപ്പോൾ കൈഡഭരെന്ന പോലെ ശൂലം പ്രഗൃഹ്യ, ശൂലം എടുത്തിട്ട് സുരേന്ദ്രം, ദേവന്മാരുടെ ഇന്ദ്രൻ, അതായത് ദേവേന്ദ്രനെ, സുരേന്ദ്രം അഭ്യപതത് അഭിപതിച്ചു. അതാണ് എഴുതിയിരിക്കുന്നത് വ്യാഖ്യാനത്തിനകത്ത്. അതായത് ഹരിയുടെ മഹിമ കൊണ്ട് വൃത്രൻ മോക്ഷം പ്രാപിച്ചത് ആണ് വിവരിക്കുന്നത്. ആ ഭാഗമാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വൃത്രൻ ഇന്ദ്രനെ പ്രോത്സാഹിപ്പിച്ചിട്ടും അസ്ത്രപ്രയോഗം ചെയ്യാതിരുന്ന ആ ഇന്ദ്രൻ്റെ നേർക്ക് ശൂലവും കൊണ്ട് ഇറങ്ങി ഓടുക വൃത്രാസുരൻ. ആ മഹാവിഷ്ണുവിനെ നേരെ കൈഡഭാസുരൻ പാഞ്ഞെത്തി എന്ന് പറഞ്ഞ കഥ ഉണ്ടല്ലോ, ആ കഥയെ ഓർമ്മിപ്പിക്കുക ഇവിടെ. അത് കൈഡഭനെ പോലെ വൃത്രൻ മരിക്കാൻ പോകുന്നു അവനെന്ന് സിദ്ധിക്കുന്നു. മരിക്കാൻ തീർച്ചപ്പെടുത്തി അങ്ങ് ഇറങ്ങിയിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താ? മോക്ഷത്തിന് പ്രതിബന്ധമായിരിക്കുന്ന ഈ ശരീരത്തെ, മോക്ഷത്തിന് പ്രതിബന്ധമായിരിക്കുന്ന ശരീരം എന്താണ് പ്രതിബന്ധമായിരിക്കുന്നതെന്ന് പറയാൻ കാരണം, ശരീരം ഞാനാണെന്ന് ധരിച്ചിരിക്കുന്നു. ഞാനല്ല ശരീരം എന്ന് അദ്ദേഹത്തിന്, ഈ ശരീരം പൊക്കോട്ടെ, എനിക്കത് ഒരു കുഴപ്പവുമില്ല. ശരീരത്തെ യുദ്ധത്തിൽ ഉപേക്ഷിക്കണ വീരമൃത്യു വരുമല്ലോ. വിജയത്തേക്കാൾ മരണം, അങ്ങനെയുള്ള യുദ്ധത്തിൽ വിജയിക്കുന്നതിനേക്കാൾ മരണം വളരെ അധികം ശ്ലാഘിക്കപ്പെടേണ്ടതാണ്, ഉയർത്തിപ്പിടിക്കേണ്ടതാണെന്ന് വൃത്രൻ്റെ ഒരു മനസ്സ് വിചാരിക്കുന്നത്. വൃത്രൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതിനകത്ത് തിരുത്താനൊന്നുമില്ല കേട്ടോ. ഏവം ജിഹാസുർ നൃപദേഹമാജൗ മൃത്യും വരം വിജയാൻ മന്യമാനഃ ശൂലം പ്രഗൃഹ്യാഭ്യപതത് സുരേന്ദ്രം യഥാ മഹാപുരുഷം കൈഡഭോപ്സു. തതോ യുഗാന്താഗ്നി കഠോരജിഹ്വം ആവിദ്യ ശൂലം തരസാ സുരേന്ദ്രഃ ക്ഷിപ്ത്വാ മഹേന്ദ്രായ വിനദ്യ വീരോ ഹതോസി പാപേതി രുഷാ ജഗാത. അല്ലയോ വീരനായ അസുരൻ, അതാരെ ഇവിടെ വീരനായ അസുരനായിട്ട് വന്നിരിക്കുന്നത്? ശൂരനായ വൃത്രൻ. യുഗാന്താഗ്നി കഠോരജിഹ്വം, ആ യുഗാവസാനത്തിലെ അഗ്നി പോലെ വളരെ കഠോരമായിരിക്കുന്ന ജിഹ്വയോടും ശൂലം ആവിദ്യ, ശൂലത്തെ ധരിച്ചിട്ടും, ശൂലത്തെ ആവിദ്യ അത് പ്രയോഗിച്ചുകൊണ്ട്, അതായത് ചുഴറ്റി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ട് വരുന്ന ഭാഗമായിരിക്കും. മഹേന്ദ്രൻ്റെ, അതായത് ഇന്ദ്രൻ്റെ നേരെ എറിഞ്ഞിട്ട് ക്ഷിപ്ത്വ പാപഹത അസീതി, നീ ഹതനായി എന്ന് രുഷാജഗാത രോഷത്തോടു കൂടി പറഞ്ഞു. ഇന്ദ്രൻ്റെ നേരെ എറിഞ്ഞിട്ട് പറയാം നീ മരിച്ചു എന്ന്, അതാ ഇന്ദ്രൻ മരിച്ചു എന്ന്, ആ ഹനിക്കപ്പെട്ടു എന്ന് കോപത്തോടുകൂടി പറയുകയാണ് ഇന്ദ്രൻ്റെ നേരെ ഈ ശൂലത്തെ എറിഞ്ഞിട്ട്. തതോ യുഗാന്താഗ്നി കഠോരജിഹ്വം
ആവിദ്യ ശൂലം തരസ സുരേന്ദ്ര. തരസ പെട്ടെന്ന് സുരേന്ദ്ര എന്ന് തന്നെയാണ്. ആ സുരേന്ദ്രനല്ല, സുരേന്ദ്രൻ തന്നെ. അല്ല, അസുരേന്ദ്രൻ തന്നെയാണ്. അസുരേന്ദ്രൻ കേട്ടോ. വീര അസുരേന്ദ്ര, ശൂരനായ വൃത്രനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനല്ലേ. തരസ അസുരേന്ദ്ര എന്ന് വായിച്ചോണം കേട്ടോ. ഞാനത് നോക്കി വന്നപ്പോഴെനിക്കത് മനസ്സിലായത്. അസുരേന്ദ്ര എന്നാക്കിക്കോണം. അസുരേന്ദ്ര എന്നല്ല, അങ്ങനെയാണ് അവിടെ അർത്ഥം വരുമ്പം അങ്ങനെ എടുക്കുന്നത്. ഇവിടെ മഹേന്ദ്രായ എന്ന് വേറെ വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രന് വേണ്ടിയിട്ട്. ക്ഷിപ്ത്വാ മഹേന്ദ്രായ വിനദ്യ വീരോ. അപ്പോൾ തരസ അസുരേന്ദ്ര, പെട്ടെന്ന് തന്നെ സൂര്യനായ ആ വൃത്രൻ ആണ് വീരനായ അസുരേന്ദ്രൻ. അതാ തതോ യുഗാന്താഗ്നി കഠോര ജിഹ്വം ആവിദ്യ ശൂലം തരസ അസുരേന്ദ്ര ക്ഷിപ്ത്വാ മഹേന്ദ്രായ വിനദ്യ വീരോ. വീരനായ അസുരേന്ദ്രനാണ് അവിടെ, അങ്ങനെയാണ് അവിടെ എടുക്കേണ്ടത്. ഹതോസി പാപേ തിരുഷ ജഗാത. പിന്നെ അടുത്തത് ഖ ആപതത് വിചലത് ഗ്രഹോൽക്കവത് എന്നാക്കിക്കോളൂ. അപ്പം ആ വാക്ക് അങ്ങനെയാണ് വരുന്നത്. ഖ ആപതത് ഖേ എന്നാണ്, പക്ഷെ ഖ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഖേ ആപതത്. പിന്നെ തത് വിചലത്, തത് വിചലത് ഗ്രഹോൽക്കവത് നിരീക്ഷ്യ ദുഷ്പ്രേക്ഷ്യം അജാതവിക്ലവ വജ്രേണ വജ്രീശതപർവണാച്ഛിന്നത് ഭുജം ച തസ്യോരഗ രാജഭോഗം. ഖ എന്ന് പറഞ്ഞാൽ ഖേ എന്നൊക്കെ പറയുന്നത് ഈ ചുറ്റിക്കെട്ടിയുള്ള ഖ, ആകാശം എന്നാണ് അർത്ഥം. ഖഗം, ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നത്, പക്ഷിക്ക് ഉള്ളൊരു പര്യായ പദമല്ലേ. ഖ ആപതത് തത് വിചലത് ഗ്രഹോൽക്കവത്. അവിടെ ഒന്ന് അതൊക്കെ പിരിക്കാനുള്ളതാണ്. ഖ കഴിഞ്ഞിട്ടുള്ളത്. ആപതത് തത് വിചലത്, അത് ബ്രാക്കറ്റിൽ എഴുതിക്കോണം, അല്ലെങ്കിൽ ബുക്കിൽ എഴുതിക്കോണം, കടലാസിൽ എഴുതിയിട്ട് പഠിക്കണം. അത് ആ വഴിയിലല്ലേ പെൻസിൽ കൊണ്ട് അടി വരയിട്ടിട്ട് ഇപ്പുറത്ത് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒന്ന് പിരിച്ച് എഴുതി വെച്ചു. ആപതത് തത് വിചലത് ഗ്രഹോൽക്കവത്. ഇത്രയും വാക്കുകളുണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് വായിക്കാൻ പറ്റാത്തവർ അത് തിരിച്ച് വെച്ച് വായിച്ചോണം. നിരീക്ഷ്യ ദുഷ്പ്രേക്ഷ്യം അജാതവിക്ലവ വജ്രേണ വജ്രീ ശതപർവണാച്ഛിന്നത് ഭുജം ച തസ്യോരഗ രാജഭോഗം. ആകാശത്തിൽ ആപതിച്ചിരിക്കുന്നതും വിചലിക്കുന്നതും ഗ്രഹോൽക്കവത്, ഗ്രഹം എന്ന പോലെയും ഉൽക്കയെ പോലെ, ഏതോ ഗ്രഹങ്ങൾ ഓരോ നക്ഷത്രങ്ങളൊക്കെ ഇല്ലേ, അതാണ്. ദുഷ്പ്രേക്ഷ്യം, നോക്കുവാൻ കൂടി കഴിയാത്തതുമായ തത്, അതിനെ നിരീക്ഷ്യ, കണ്ടോ, നിരീക്ഷ്യ ദുഷ്പ്രേക്ഷ്യം, നോക്കുവാൻ കൂടി കഴിയാത്തതുമായ തത്, അതിനെ, ആ തതുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആപതത് തത് വിചലത്, അതിനകത്തെ ആ തതൊക്കെ. നോക്കുവാൻ കൂടി കഴിയാത്തതുമായ തത്, അതിനെ നിരീക്ഷ്യ, നോക്കിയിട്ട് അജാതവിക്ലവ, ഭയമില്ലാതെയായിട്ട് ഇരിക്കുന്ന വജ്രി എന്ന് പറഞ്ഞാൽ വജ്ര എന്ന ആയുധം ധരിച്ചവൻ. ആരാണ്? ഇന്ദ്രൻ. വജ്രം എന്ന ആയുധം ധരിച്ചവൻ. വജ്രം എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാമല്ലോ. ദധീചി മഹർഷിയുടെ അസ്ഥിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് പറയുന്നത്. ശതപർവണ, 100 പർവ്വത്തോടു കൂടിയ വജ്രത്താൽ അച്ഛിനത് ഛേദിച്ചു. ഉരഗരാജഭോഗം, സർപ്പരാജദേഹം പോലെ ഇരിക്കുന്ന തസ്യഭുജം, അവൻ്റെ ഭുജത്തെയും അച്ഛിനത് എന്ന് പറഞ്ഞാൽ മുറിച്ചു. മുറിച്ചു, ഛേദിച്ചു എന്നൊക്കെ പറയുന്ന ആ വാക്ക്, ഛേദിക്കുക എന്നുള്ള വാക്ക് ഈ അച്ഛിനതിൽ നിന്ന് വന്നതാണ്. ആകാശത്തിൽ കൂടി ഇങ്ങനെ ചുറ്റി ഉഴഞ്ഞുകൊണ്ട് തൻ്റെ നേർക്ക് വരുന്ന ഗ്രഹങ്ങളെപ്പോലെയും, ചൊവ്വ, വ്യാഴം, ബുധൻ, അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളെപ്പോലെയും തീ പോലെയും ഉഗ്രമായി പ്രകാശിക്കുന്നതിനെ നോക്കുവാൻ പോലും കണ്ണുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റാത്തമായ ശൂലത്തെ കണ്ടിട്ട് പരിഭ്രമിക്കാതിരുന്ന ആ ദേവേന്ദ്രൻ 100 പർവ്വങ്ങളോട് കൂടിയ, പർവ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ശിഖരങ്ങൾ, കമ്പുകളോട് കൂടിയ വജ്രായുധത്താൽ അതിനെയും വാസുകിയുടെ ശരീരം പോലെ, വാസുകിയുടെ ശരീരം നീണ്ടുരുണ്ടതാണെന്നാണ് പറയുന്നത്. അങ്ങനെ നല്ല ഇതിനായിട്ട് അഴകായിട്ട് കിടക്കുന്ന ഭഗവാന്റെ, മഹാദേവൻ്റെ കഴുത്തിലെ മാലയായിട്ട് കിടക്കുന്ന വാസുകി, ഇങ്ങനെ മനോഹരമായിരിക്കുന്ന അവൻ്റെ വലത്തെ കൈയിനെയും മുറിച്ചു. നീണ്ടുരുണ്ട ആ വലത്തെ കൈയിനെയും മുറിച്ചു വൃത്രൻ്റെ.
छिनैक्यबाहु परिखेण वृत्रः संरब्ध आसाद्य गृहीतवज्रं हनौ തദാടേന്ദ്രം തദാടേന്ദ്രം തദാട ഇന്ദ്രമാണ് ഒന്നിച്ച് വന്നതുകൊണ്ട് തദാടേന്ദ്രം അധാമരേഭം അമരേഭം എന്ന് പറഞ്ഞാൽ ഐരാവതം. അമരേഭമാണ് അധാമരേഭമായത്. വജ്രം ച ഹസ്താന്യപതൻ മഖോന ഹസ്താത് നിപതത്. വായിക്കുന്ന നിപതൻ എന്ന് തന്നെ വായിച്ചാൽ മതി, വാക്ക് ഇങ്ങനെയാണെന്നേ ഉള്ളൂ കേട്ടോ. അതാ നിപതത് അഖോന മഖോന ഹസ്താത് ഇന്ദ്രൻ്റെ ഹസ്തത്തിൽ നിന്നും വജ്രം വജ്രം നിപതിച്ചു. മഖോന ആ മാ തന്നെ അവിടെ കേട്ടോ, അഖോന അല്ല മായ. അപതത് മഖോന. മായയുടെ അവിടെ ഒരു ടിക്കിട്ടാൽ മതി, മാന്ന് തന്നെ വായിക്കും. അല്ലെ നമ്മൾ അഖോനാന്ന് വായിക്കാനൊരു പ്രേരണ നമുക്കുണ്ടാകും, കാരണം ഒരുപാട് വാക്കുകൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. ഹസ്താത് ന്യപതത് മഖോന. ആ ഒരു കൈ മുറിഞ്ഞു പോയെങ്കിലും വൃത്രൻ ക്രോധത്തോടുകൂടി വജ്രം ധരിച്ചു നിൽക്കുന്ന ഇന്ദ്രൻ്റെ നേരെ ചെന്നിട്ട് ആ കവിൾത്തടത്തിൽ പരിഖം കൊണ്ട് അടിച്ചു. ഉടനെ ഐരാവതത്തെയും അടിച്ചു. ഐരാവതം അടുത്ത് നിൽപ്പുണ്ട്. ആ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും വജ്രം താഴത്ത് വീണു. വജ്രം ഹസ്തത്തിൽ നിന്ന് കയ്യിൽ നിന്ന് വീണു. നമുക്കതൊന്ന് ഒന്നുകൂടെ പിരിക്കാനുള്ളത് ചിഹ്നമായ ഏകബാഹു എന്നാണ്. അതിന് മുമ്പിലത്തെ 2 ലൈനിനകത്ത് ഒരെണ്ണത്തിനകത്തുണ്ട്. ആദ്യം തുടങ്ങുന്ന ചിഹ്നൈകബാഹു, ചിഹ്നമായിട്ടുള്ള ഏകബാഹു. ചിഹ്നൈകബാഹു പരിഖേണ വൃത്രഃ സംരബ്ധ ആസാദ്യ ഗൃഹീത വജ്രം ഹനൗ തദാടേന്ദ്രം അധാമരേഭം വജ്രം ച ഹസ്താത് ന്യപതത് മഖോനഃ. അങ്ങനെല്ലാം എഴുതിയിട്ട് വായിക്കുമ്പോൾ അങ്ങനെ തന്നെ വായിക്കണം. മഖോനഃ എന്ന് വായിക്കണം. ഹസ്താത് ന്യപതത് മഖോന. നെപതൻ മഖോന എന്ന് വായിച്ചാലും മതി കേട്ടോ. അത് വായിക്കുന്നത് എന്ന് വായിക്കണമെന്നില്ല. നെപതൻ മഖോന എന്ന് കേൾക്കണം, മാ എന്ന് കേൾക്കണം, അഖോന എന്ന് കേൾക്കരുത്. അത്രയേ ഉള്ളൂ. അങ്ങനെ കുഞ്ഞു കാര്യം പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. കാരണം എന്താ, ഇപ്പം നമുക്ക് തോന്നുന്നു അതൊക്കെ കുഴപ്പമില്ല, നമ്മൾ ഓർക്കുമെന്ന്. പക്ഷേ ഒരുപാട് ശ്ലോകങ്ങളായി കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. അവിടെ വന്നിരുന്നത് എന്നായിരുന്നു, മായായിരുന്നു, ആയായിരുന്നു എന്ന് സംശയം വരും. 5 വൃത്രസ്യ കർമാദി മഹാത്ഭുതം തത്. കർമാദി കഴിഞ്ഞൊരു കോമ ഇട്ടു. സുരാസുരാശ്ചാരണ സിദ്ധസംഘാഹ അപൂജയൻ തത്. അപൂജയം സ്തത് എന്നാണ്. അങ്ങനെ വായിക്കാൻ പറ്റുന്നവരങ്ങനെ വായിച്ചു. അല്ലെങ്കിൽ അപൂജയൻ തത്, യമ്മിൻ്റെ പൂജ്യവും സേവും വെട്ടിക്കളയണം, എന്നിട്ട് ഇന്നെന്നാക്കണം. അപൂജയൻ തത് പുരുഹൂത സങ്കടം നിരീക്ഷ്യ ഹാഹേതി വിചുക്രുഷുർഭൃശം. വിചുക്രുഷു എന്ന് പറഞ്ഞാൽ അതും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഹാ ഹോ ഹോ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിലവിളിക്കുന്നതിൻ്റെ ഒരു രീതിക്ക് വേണ്ടിയിട്ട് പറയുന്ന അതിമഹാത്ഭുതം, വളരെ ആശ്ചര്യമായ വൃത്രസ്യ തത് കർമ്മ, വൃത്രൻ്റെ ആ പ്രവൃത്തിയെ സുരന്മാരും അസുരന്മാരും ചാരണന്മാരും സിദ്ധന്മാർ അവരുടെ സംഘങ്ങൾ പൂജിച്ചു. അപൂജയൻ എന്ന് വെച്ചാൽ പൂജിച്ചില്ലെന്നല്ല കേട്ടോ. സംസ്കൃതത്തിൽ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അപൂജയൻ എന്ന് പറഞ്ഞാൽ പൂജിച്ചു. നമുക്ക് മലയാളത്തിൽ ഒരുപാട് വാക്കുകൾ ആ കൂട്ടിയുള്ളത് വിപരീത പദമായിട്ട് പറയാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപൂജയൻ എന്ന് പറഞ്ഞാൽ പൂജിച്ചു. അപൂജയൻ തത് പുരുഹൂത സങ്കടം, ഇന്ദ്രൻ്റെ ആ സങ്കടത്തെ നിരീക്ഷ്യ ഹാഹേതി വിചുക്രുശുർഭൃശം. ആ വൃത്രാസുരൻ്റെ അത്യത്ഭുത ഒറ്റ കൈ കൊണ്ട് പിന്നെ യുദ്ധത്തിന് ചെല്ലുക. അത്യത്ഭുതകരമായ ആ പ്രവൃത്തിയെ ദേവന്മാരും അസുരന്മാരും എല്ലാവരും പുകഴ്ത്തി. ദേവേന്ദ്രനെ നേരിട്ട ആ സങ്കടം കണ്ടിട്ട്, എന്നുവെച്ചാൽ താഴെ പോയില്ലേ വജ്രം, ആഹാ എന്നൊക്കെ നിലവിളിക്കുകയും ചെയ്തു. ഇന്ദ്രോ ന വജ്രം ജഗൃഹേ വിലജ്ജിതഃ. അവിടെ വിലജ്ജിത എന്ന് തന്നെ ആക്കുക. എന്നിട്ട് പിന്നെ ച്യുതം എന്ന് മതി. പിന്നെ ച്യുതം സ്വഹസ്താത്
അരി സന്നിധൗ പുനഃ. അരി ശത്രു. സ്വഹസ്താത് അരിസന്നിധൗ പുനഃ തമാഹ വൃത്രോ ഹര ആത്തവജ്രോ ജഹി സ്വശത്രും ന വിഷാദകാലഹ. ഇതിനകത്തെ എല്ലാ വാക്കുകളും നമ്മൾ പിരിച്ചിട്ടുണ്ട്. ശത്രുവിൻ്റെ അരിസന്നിധോ ഇന്ദ്രോ ന വജ്രം ജഹൃദേ വിലജ്ജിത അച്യുതം സ്വഹസ്താത് അരിസന്നിധൗ പുനഃ തമാഹ വൃത്രോ ഹര ആത്തവജ്രോ ജഹി സ്വശത്രും ന വിഷാദകാലഹ. അരി എന്ന് പറഞ്ഞ ശത്രുവിൻ്റെ സമീപത്തിൽ സ്വഹസ്താത് തൻ്റെ കരത്തിൽ നിന്ന് വീണുപോയ വജ്രത്തെ ഇന്ദ്രൻ ലജ്ജയുള്ളവനായിരുന്നു, നാണക്കേട് സംഭവിച്ചു പോയിരുന്ന ഗ്രഹിച്ചില്ല. വൃത്രൻ തം ആഹ അവനോട് പറഞ്ഞു. പറഞ്ഞു, നമ്മൾ ആ വാക്കും കേട്ടിട്ടുള്ളതാണ്. ഹേ ഇന്ദ്ര, വജ്രം സ്വീകരിച്ചിട്ട് വജ്രം എടുക്ക് നീയാ എന്ന് പറയുക. ശത്രുവിനെ ഹനിച്ചാലും ജഹി എന്ന് ഹനിക്കുക, ഇല്ലാതാക്കുക. വിഷാദകാല, ഇതിന് വിഷാദത്തിനുള്ള സമയമല്ല, നീ ശത്രുവിനെ പോരിടാൻ ജയിക്കാൻ വരൂ എന്ന് പറയുക. ശത്രുവിൻ്റെ മുമ്പാകെ തൻ്റെ കരുത്തിൽ നിന്ന് വീണുപോയ ആ വജ്രം താഴെ പോയല്ലോ എന്നോർത്ത് നാണക്കേട് കൊണ്ട് രണ്ടാമത് എടുത്തില്ല. അപ്പോൾ വൃത്രൻ പറയുകയാണ്, അല്ലയോ ഇന്ദ്ര, ഹരേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ദ്രനെയാണ്, വജ്രം എടുത്തിട്ട് അങ്ങയുടെ ശത്രുവിനായ എന്നെ സംഹരിക്കുക. ഇത് വിഷാദിക്കാനുള്ള സമയമല്ല, ഇത് നോക്കി നിൽക്കാനുള്ള സമയമല്ല. അതുകൊണ്ട് വേഗം തന്നെ ആയുധം എൻ്റെ നേരെ പ്രയോഗിക്കൂ, എന്നെ വധിക്കൂ. യുയുത്സതാം കുത്രചിത് ആതതായിനാം. കുത്രചിത് ആതതായിനാം എന്നാണ് വാക്ക്. ആതതായി അതായത് ആതതായി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള ആയുധം ധരിച്ചവൻ. ആതതായി നമ്മുടെ ശത്രുവായിട്ട് വരുന്നവൻ, ആയുധവുമായിട്ട് നമ്മുടെ നേരെ അടുക്കുന്നവൻ. യുയോത്സദാം കുത്രചിത് ആതതായിനാം ജയസ്തദൈകത്ര ന വൈ പരാത്മനാം വിനൈകമുത്പത്തി ലയസ്ഥിതീശ്വരം സർവജ്ഞമാദ്യം പുരുഷം സനാതനം. പരമാത്മനാം പരൻ്റെ മറ്റൊരാളിൻ്റെ ആത്മാവോട് കൂടിയവരും യുയുത്സതാം യുദ്ധത്തിന് ഇച്ഛിക്കുന്നവരും യുദ്ധത്തിന് ഇച്ഛിക്കുന്നവർ ആതതായിനാം അതായത് അസ്ത്രശസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നവരുമായവർക്ക് ഏകത്ര ജയ ന വൈ ഒരു ഭാഗത്ത് മാത്രമല്ല ജയം. കുത്രചിത് ചിലപ്പോൾ ജയം എല്ലാം അറിയുന്നവനും ആദിയിലുള്ളവനും ഉത്പത്തി സ്ഥിതിയിലെ ഈശ്വരം സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ശക്തനും പുരുഷം നമ്മുടെ എല്ലാം ഇതായിരിക്കുന്ന ആ പുരുഷൻ, അതായത് മഹാത്മാവിനെ നമ്മൾ ഭഗവാന്റെ കാര്യം തന്നെയാണ്. അന്തര്യാമിയായിട്ടിരിക്കുന്ന ആധാരാണ് ഭഗവാനാണ്. സനാതനം അത് നാശമില്ലാത്തവൻ, എപ്പോഴും അന്നുമുണ്ട് ഇന്നുമുണ്ട് പിന്നീടുമുണ്ട്. ആ നാശരഹിതനുമായ ഏകം വിന ഒരുവനെ ഒഴിച്ച് എന്നാണ് പറയുന്നത്. അന്യോന്യം യുദ്ധത്തിനൊരുങ്ങി ഇങ്ങനെ ആയുധം ധരിച്ചിരിക്കുന്നവരെല്ലാം ഇങ്ങനെ ഇതുപോലെ പരാധീനന്മാരാകയാൽ അവരിൽ ഒരു ഭാഗത്ത് മാത്രം എപ്പോഴും ജയമുണ്ടാകണമെന്ന് നിയമമൊന്നുമില്ല. അതുകൊണ്ട് ഒരു പക്ഷത്തിൽ ജയം, അപ്പം മറുപക്ഷത്ത് ജയം എന്നത് സാധാരണമാകുന്നു. ഒരു പക്ഷത്ത് ജയം ഒരു പ്രാവശ്യം വന്നാൽ പിന്നീട് മറുപക്ഷത്ത് ജയം എന്നുള്ളത് സാധാരണ. മറുപക്ഷത്തും ജയം വരണ്ടേ. എന്നും ജയം ഉണ്ടാവുകയില്ല, എന്നും പരാജയവും ഉണ്ടാകുകയില്ല. നമുക്കൊരു സന്ദേശമാണ് കേട്ടോ, നല്ലൊരു സന്ദേശം. കാരണം മറുപക്ഷത്ത് ഇരിക്കുന്നവരെന്നും ഒരു പക്ഷത്തിരിക്കുന്നവരെന്നും തോറ്റുകൊണ്ടിരിക്കുകയും മറുപക്ഷത്തിരിക്കുന്നവരെന്നും ജയിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുകയില്ല. അത് ഏത് കാര്യം പറയുന്നിടത്ത് നമ്മളത് തന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മളത് അപ്ലൈ ചെയ്യണം. ദുഃഖമാണെങ്കിലും എന്നും ദുഃഖം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയില്ല. സുഖവും നമുക്ക് ഇടയ്ക്കുണ്ടാകും. എന്നും സുഖമായിരിക്കുകയും ചെയ്യത്തില്ല. എപ്പോഴും സുഖം അനുഭവിക്കുന്നവരാണെന്നൊരു ഒരാളിനെക്കുറിച്ചും പറയാൻ ആർക്കും പറ്റില്ല. കാരണം അവരവരുടേതായ ദുഃഖങ്ങൾ അപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദുഃഖിയായിട്ടിരിക്കുന്നവനൊരു സുഖമില്ല, അവൻ എന്നും ദുഃഖമായെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. അവനും എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ അവന് സുഖം എപ്പോഴെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒന്നും ശാശ്വതമല്ലെന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ജയം എപ്പോഴും ഒരാൾക്ക് തന്നെ വരണമെന്നില്ല, മറുഭാഗത്ത് ജയമുണ്ടാകാം. അതുകൊണ്ട് എല്ലാറ്റിനും നിമിത്തമായിട്ട് അതിന് കാരണമായിരിക്കുന്ന അന്തര്യാമിയായിട്ടിരിക്കുന്നതും നാശരഹിതനായിട്ടും ഇരിക്കുന്ന ആ സർവ്വലോകങ്ങളെയും എല്ലാത്തിനെയും 3 കാര്യങ്ങളും ചെയ്യുന്നത് ആ സൃഷ്ടി സ്ഥിതി ലയ സംഹാരങ്ങളെല്ലാം നടത്തുന്ന എല്ലാം നടത്തുന്നതായിട്ട് ആ
പുരുഷൻ ഏകനായ ഈശ്വരന് മാത്രമേ എപ്പോഴും ജയമുള്ളൂ. വൃത്രൻ്റെ വാക്കുകളാണ്, ഒരു അസുരൻ്റെ വാക്കുകളാണ്. എപ്പോഴും വിജയം ആർക്കേ ഉള്ളൂ? ആ മഹാത്മാവായിട്ട് നമ്മളുടെ ഉള്ളിൽ ഈ സൃഷ്ടികളിൽ മുഴുവൻ കാണുന്നതായിട്ടുള്ള ആ അന്തര്യാമിയായിട്ടിരിക്കുന്ന ആ ആത്മാ, ആ ബ്രഹ്മത്തിന് മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മുടെ ഉള്ളിലായി നമുക്ക് തോന്നും നമ്മുടെ ഉള്ളിൽ അത് ഇരിപ്പുണ്ട് ഇപ്പോഴും. ഇനി നമ്മുടെ ശരീരം വീണു പോയാലും അതുണ്ട്, അത് വേറെ ഏതെങ്കിലും ഒരു ശരീരത്തിലുണ്ട്. അപ്പോൾ ഒരിക്കലും അതിന് നാശമില്ല. ഈ മൊത്തമായിട്ടിരിക്കുന്നത് പലതായിട്ട് എല്ലാത്തിലും മൊത്തമായിട്ടിരിക്കുന്ന ആ ഈശ്വരൻ അല്ലെങ്കിൽ ആ ചൈതന്യം എല്ലാത്തിലും കുറേശ്ശെ ഇരിക്കുന്ന ആ ചൈതന്യം ഇല്ലാതിരിക്കുന്നത് ജഡമാണ്. ഏത് സാധനമാണെങ്കിലും ജഡമാണ്. ജീവനുള്ളതൊക്കെ ഈശ്വര സാന്നിധ്യമുള്ളതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഈശ്വരന് മാത്രമേ എല്ലായ്പ്പോഴും ജയം ഉള്ളൂ. ബാക്കി ഏതിനും പരാജയമുണ്ടാകും. ഏതെങ്കിലും ക്ലേശങ്ങളുണ്ടാകും. ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മൾ പറയുന്ന ഞാൻ എന്ന് പറയുന്നത്, ആ സാക്ഷിയായിട്ടിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്. ആ ഞാൻ ഈ ശരീരമല്ലെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് മാത്രം മതി. നമ്മളത് പ്രായോഗികമാക്കി ചെയ്യാൻ ശ്രമിക്കുകയൊന്നും വേണ്ട. പക്ഷേ അത് മനസ്സിലാക്കുക. ഞാനെന്ന് പറയുന്നത് ഈ ശരീരമല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തിന് കേടുകൂടാതെ നമ്മൾ പരിപാലിക്കേണ്ട ചുമതല നമുക്ക് ശരീരം തന്നിരിക്കുന്നത് അതിനാണ്. അത് എപ്പോഴും മനസ്സിലോർക്കുക. അങ്ങനെ അന്ന് ഓർത്ത് നോക്കി തുടങ്ങിയാൽ നമ്മൾ ഒരു കുൽസിത പ്രവൃത്തികളും ഒരു ചീത്ത വിചാരങ്ങളും ഒരു നിരാശാബോധവും ഒന്നും മനുഷ്യനുണ്ടാവുകയില്ല, ഓരോരുത്തർക്കും ഉണ്ടാവുകയില്ല. കാരണം ഇത് ഭഗവാന്റെ ഇച്ഛയെ നടക്കുകയുള്ളൂ. പിന്നെ നമ്മൾ പരിശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പരിശ്രമിക്കാതിരിക്കരുത്, പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്തിനു വേണ്ടിയാണെങ്കിലും. പക്ഷേ ഫലം തരുന്നത് ഭഗവാന്റെ ഇച്ഛയാണ് നടക്കുന്നത്, ഈശ്വരൻ്റെ ഇച്ഛയാണ്. അതിന് മാത്രമേ ജയമുള്ളൂ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നിനെയായിട്ട് നോക്കണ്ട, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. നടക്കേണ്ടത് നടന്നിരിക്കും. നമ്മൾ അത് നടക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യം നടത്താതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നടത്താനായിട്ടും പരിശ്രമിക്കണം. അത് നമ്മുടെ ധർമ്മം, മനുഷ്യൻ്റെ ധർമ്മമാണ്. അത് ഒരു സ്ത്രീയാണ് സ്ത്രീ ധർമ്മമുണ്ട്, പുരുഷനാണ് പുരുഷധർമ്മമുണ്ട്, ഒരു ജോലിക്കാരനാണ് ജോലിക്കാരൻ്റെ ധർമ്മമുണ്ട്. ജോലി ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണമെന്ന് അത് ചെയ്യണം. അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് വേണ്ടി പ്രയത്നിക്കാനായിട്ട് നമ്മളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രയത്നിക്കണം. അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ ഭഗവാന്റെ ഇച്ഛയെ നടക്കൂ എന്നുള്ളൊരു ഭാവം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് നിരാശ ഉണ്ടാവുകയില്ല. വൃത്രൻ്റെ ഉദ്ദേശം, വൃത്രൻ ഇത്രയും പറഞ്ഞത് കേട്ട മനസ്സിന് പറയുക, ജയമെന്നുള്ളത് ഭഗവാന് മാത്രമേ ഉള്ളൂ, ഈശ്വരന് മാത്രമേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സ്വരൂപത്തിന്, ആ ഒരു അന്തര്യാമിയായിട്ട് നമ്മൾ കാണാതിരിക്കുന്ന, നമ്മളറിയാതിരിക്കുന്ന ആ ചേതനയ്ക്ക്, അതാണ് പറയുന്നത്. അതിന് ഒരിക്കലും പരാജയമില്ല. അതിനൊരിക്കലും പരാജയമില്ലാതാകണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ മനസ്സുമൊക്കെ ഈ ഞാനിൻ്റെ അപ്പുറത്താകട്ടോ, ഞാനിൻ്റെ പുറത്താണ്, ഞാൻ വേറെയാണ്, ഇതിനെല്ലാം സാക്ഷിയായിട്ടിരിക്കുക. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ മനസ്സിൽ ചിന്തകൾ പോകുന്നത് മനസ്സിൽ കൂടിയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താ? അത് ഭഗവാന്റെ ഇതല്ല. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ മാത്രമാണ് ഞാനത് കണ്ടു, ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്നല്ലേ പറയുന്നത്. അപ്പോൾ മനസ്സ് ഞാനാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ചെന്ന് പറയണ്ടല്ലോ. അപ്പോൾ വേറെ എന്തോ ആണ് ഞാൻ. അപ്പോൾ ആ ഞാനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ ഇച്ഛയെ നടക്കൂ. എല്ലാ ജീവജാലങ്ങളിലും ആ ചൈതന്യമുണ്ട്. അറിയാൻ വയ്യുന്നേ ഉള്ളതിന് അത് ഞാൻ എന്താണെന്ന് മനുഷ്യനറിയാൻ ശ്രമിച്ചിരിക്കുന്ന ആൾക്കാർ, മനുഷ്യൻ എന്ന് പറയുന്നത് മാത്രം ഈശ്വരൻ എന്താണെന്ന് പരിശ്രമിക്കുന്നുണ്ട് എന്താണെന്നറിയാൻ. കുറേ പേർക്കത് കിട്ടും, അറിവ് മനസ്സിലാകും. കുറേ പ്രാവശ്യം, കുറേ നാൾ കൊണ്ട്, കുറേ കാലങ്ങൾ കൊണ്ട് കുറേശ്ശെ അത് മനസ്സിലായി തുടങ്ങും. അപ്പോൾ മനസ്സിലാകും ഇതൊന്നും ഞാൻ പറയുന്ന പോലെയല്ല നടക്കുന്നത്, ഞാൻ വിചാരിക്കുന്നതിനുള്ള എൻ്റെ ഉള്ളിൽ, ഞാനെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് വിചാരിക്കുന്ന പോലെ അല്ല നടക്കുന്നത്. എൻ്റെ മനസ്സിലുള്ളതുപോലെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെ അല്ല നടക്കുന്നത്. എന്നിലെ ഞാൻ തീരുമാനിക്കും എങ്ങനെയാണ് നിൻ്റെ കാര്യമെന്ന്, എന്നിലെ ഞാൻ തീരുമാനിക്കും. ആ ഞാനാണ് ഇവിടെ ഭഗവാൻ. ഈശ്വരൻ സ്വതന്ത്രനാണ്. അതാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ സ്വതന്ത്രനാണ്. അതുകൊണ്ട് ഒരു കാലത്തും അപജയം ഉണ്ടാവുകയില്ല. അതിനാൽ പരാജയം പറ്റിയല്ലോ എന്നോർത്ത് വിഷാദിക്കേണ്ട. ഒരു കാര്യത്തിലും നമുക്ക് പരാജയം പറ്റി എന്നോർത്ത് വിഷാദിക്കേണ്ട. അത് ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാൻ അത് തീരുമാനിച്ചത് അങ്ങനെ മതി. എന്നത് പരാജയമാണെന്ന് പറയുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ.
ലോകാസപാലായസ്യേ മേ ശ്വസന്തി വിവശാവശേ ദ്വിജ ഇവ ശിജാബദ്ധാഹ സകാല ഇഹ കാരണം. ഇത്രയും നേരം ശ്ലോകങ്ങളായിരുന്നു. ഇപ്പോൾ ഇത് മാറി അനുഷ്ഠുപ്പ് വൃത്തത്തിലുള്ള ഛന്ദസ്. ലോകാസപാലായസ്യേ മേ ശ്വസന്തി വിവശാവശേ ദ്വിജ ഇവ ശിജാബദ്ധാഹ സകാല ഇഹ കാരണം. ഒന്നും തിരുത്താനെന്നുള്ള ശിജ ജലത്തിൽ ബന്ധിക്കപ്പെട്ട ദ്വിജ പക്ഷികളെ എന്ന പോലെ സപാല പാലകന്മാരോട് കൂടിയ ഈ ലോകങ്ങൾ യസ്യ വശേ ആരുടെ അധീനതയിലാണോ ആരുടെ വശത്തിലാണോ വിവശ പരവശരായിട്ട് ശ്വസന്തി ജീവിക്കുന്നത് സക്കാല ആ കാലസ്വരൂപൻ ഇഹ ഇതിന് കാരണം ഹേതു കാരണമാകുന്നു. പരാധീനത എന്ന 7 ശ്ലോകം കൊണ്ട് വിവരിക്കുന്നതാണ്. ഇനി വലയിൽ അകപ്പെട്ടിരിക്കുന്ന പക്ഷികളെപ്പോലെ രക്ഷിതാക്കന്മാരായ ദേവന്മാരോട് കൂടിയ ഈ 14 ലോകങ്ങളിലുമുള്ളവർ ആരുടെ അധീനതയിലാണോ ഇരിക്കുന്നത് അവർ അസ്വതന്ത്രന്മാരായിട്ട് കഴിഞ്ഞുകൂടുന്നുവോ ആ കാലസ്വരൂപനായ ആ ഈശ്വരനാണ് ജയ അപജയങ്ങൾക്ക് കാരണം. ജയത്തിനും പരാജയത്തിനും ഒക്കെ കാരണം ആ ഭഗവാനാണ്. അപ്പം ഭഗവാന്റെ ഇച്ഛയല്ലേ നടക്കൂ. നമ്മൾ പരാജയം സമ്മതിക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാണ് വൃത്രം ചോദിക്കുന്നത്. അതുകൊണ്ട് നീ ആയുധം എടുത്തുകൊണ്ട് വരൂ, ഭഗവാന്റെ തീരുമാനം നടക്കട്ടെ. ഓജസ്സഹോ ബലം പ്രാണം അമൃതം മൃത്യുമേവ ച തമജ്ഞായ ജനോഹേതും ആത്മാനം മന്യതേ ജഡം. ഓജസ്സഹോ ബലം പ്രാണം പിന്നെ അമൃതം മൃത്യുമേവച. പ്രാണം എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അമൃതം നാക്കണം കേട്ടോ. പ്രാണം നാക്കുക, പിന്നത്തെ ആ മാ വെട്ടിയിട്ട് അമൃതം മൃത്യുമേവച തം അജ്ഞായ ജനോ ഹേതും ആത്മാനം മന്യതേ ജഡം. ഹേതും ആത്മാനം മന്യതേ ജഡം. ഓജഹ ആ ശക്തി സഹ മനസ്സിൻ്റെ ശക്തിയാണ്. സഹ ശക്തി, ബലം ദേഹശക്തി, പ്രാണം പ്രാണൻ്റെ ശക്തി, പ്രവൃത്തിയുടെ ശക്തി, കർമ്മത്തിൻ്റെ ശക്തിയൊക്കെ. അമൃതം എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അഭാവം, ഇല്ലാത്ത അവസ്ഥ. മൃത്യു ഏവച മരണം, ഇവയെല്ലാമായ തമജ്ഞായ അവനെ അറിയാതെ ജനം ജഡം ആത്മാനം അസ്വതന്ത്രമായ ശരീരത്തെ കാരണമെന്ന് കരുതുന്നു. ഈ ജയത്തിനും പരാജയത്തിനും ഓരോരുത്തരുടെ ശരീരശക്തിയും മുതലായതല്ലയോ കാരണം. ഈശ്വരനെ കാരണമായിട്ട് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ശങ്കിക്കേണ്ട, എന്ന് വിചാരിക്കേണ്ട. ശരീരത്തിൻ്റെ ശക്തിയല്ലേ ജയവും പരാജയവും തീരുമാനിക്കുന്നതെന്ന് നീ വിചാരിക്കേണ്ട. ഇന്ദ്രിയ ശക്തി, മനസ്സിൻ്റെ ശക്തി, ദേഹത്തിൻ്റെ ശക്തി, കർമ്മത്തിൻ്റെ ശക്തി, ഈ സാമർഥ്യം, ജീവിതം, മരണം എന്നിവയെല്ലാം ആയിരിക്കുന്നത് ഈ സകലതും ഈ പറഞ്ഞിരിക്കുന്നത് മരണവും ജീവിതവും ശക്തികളും എല്ലാം നമുക്ക് തന്നിരിക്കുന്ന മനഃശക്തിയാണേലും കായിക ശക്തിയാണേലും എല്ലാം ആ ഭഗവാന്റെ അറിയാതെ ഒന്നും നടക്കുന്നില്ല. ഭഗവാനാണ് ഇതെല്ലാം തന്നിരിക്കുന്നത് നമുക്ക്. അപ്പോൾ ആ മൂഢജനം അസ്വതന്ത്രമായ തൻ്റെ ശരീരമാണ് ഈ ജയത്തിനും പരാജയത്തിനും കാരണമെന്ന് വിചാരിച്ച് മോഹത്തിൽപ്പെടുന്നു. അറിയാതെ മോഹിതനായി പോകുന്നു. അറിയാതെ അവൻ ജീവിച്ചു പോകുന്നു എന്നാ, മോഹിച്ചു പോകുന്ന അറിയാതെ കഴിഞ്ഞു കൂടുന്നു എന്നാ, അത്രയേ ഉള്ളൂ. ഇതിനെല്ലാം കൂടെ ആയിട്ട് നേരത്തെ ഞാനത് പറഞ്ഞു തന്നിരുന്നു. യഥാദാരുമയീ നാരീ യഥാ യന്ത്രമയോ മൃഗഃ ഏവം ഭൂതാനി മഖവത്. മഖവൻ നിശതന്ത്രാണി വിദ്ധിഭോ. മഖവൻ യന്ത്രമയോ നാരി യഥാ യന്ത്രമയോ ഏവം ഭൂതാനി മഖവൻ ഈശതന്ത്രാണി. മഖവൻ ഈശതന്ത്രാണി എന്നാണ് ഞാൻ ഓർത്തോ, എനിക്കൊരു പിടിയും കിട്ടിയില്ലത്. മഖവൻ ഈശതന്ത്രാണി വിദ്ധിഭോ. കിട്ടിയോ? ഈശ്വരന് വിധേയമാണ്. ഈശതന്ത്രാണി വിദ്ധിഭോ. മരപ്പാവ പോലെയും കൃത്രിമമായിട്ട് മൃഗങ്ങളെ ദാരു എന്ന് വെച്ചാൽ ദാരു എന്ന് പറഞ്ഞാൽ മരം കൊണ്ട് കൊത്തി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീ പെൺപാവയെ പോലെയും യന്ത്രമയ ഈ മരം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ മൃഗത്തെ പോലെയും പരതന്ത്രമാണ്, ഈശ്വര വിധേയമാണ് എല്ലാ പ്രാണികളും
എന്ന് അല്ലയോ ഇന്ദ്ര അങ്ങ് മനസ്സിലാക്കിയാലും ഈശ്വരൻ്റെ അധീനമായിട്ടാണ് എല്ലാ പ്രാണികളും. നമ്മൾ വെറും മരപ്പാവകളാണെന്ന് പറയുന്നു അദ്ദേഹം പറയുന്നത്. നമ്മൾ ജീവന് അതിനകത്ത് മരപ്പാവയ്ക്ക് ജീവൻ കൊടുത്താൽ അതിനെ യന്ത്രം കൊണ്ട് പ്രവർത്തിക്കും. യന്ത്രം നിർത്തിക്കഴിഞ്ഞാൽ പ്രവർത്തനം നിന്നു, അത്രയേ ഉള്ളൂ. പുരുഷ പ്രകൃതിർ വ്യക്തം ആത്മാ ഭൂതേന്ദ്രിയാശയാഃ ശക്നുവന്ത്യസ്യ സർഗാദൗ ന വിന യദനുഗ്രഹാത്. പുരുഷ പ്രകൃതിർ വ്യക്തം പുരുഷ പ്രകൃതിർവ്യക്തം ആത്മാ ഭൂതേന്ദ്രിയാശയാഃ ശക്നുവന്ത്യസ്യ സർഗാദോ ന വിന യദനുഗ്രഹാത്. പുരുഷൻ പ്രകൃതി മഹത്തത്വം, ആത്മ, അഹങ്കാരം, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ആശയങ്ങൾ ഇവ യദനുഗ്രഹാത് വിന യാതൊരുവൻ്റെ അനുഗ്രഹത്താൽ ഈ ലോകത്തിൽ സർഗാദോ സൃഷ്ടി മുതലായ കാര്യങ്ങളിൽ ശക്തങ്ങളാകുന്നില്ല. ഇതിനെ ഭഗവാന്റെ കഴിവിനെ വാഴ്ത്തി പറയുന്നതേ ഉള്ളൂ ഇവിടെ കേട്ടോ. പുരുഷ പ്രകൃതിർ വ്യക്തം അവിടെ നിർത്തുക. ആത്മാഭൂതേന്ദ്രിയാശയാഃ ശക്നുവന്ത്യസ്യ സർഗാദൗ ന വിന യദനുഗ്രഹാത്. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും നടക്കുന്നില്ല. അവിദ്വാനേവമാത്മാനം മന്യതേനീശമീശ്വരം ഭൂതൈ സൃജതി ഭൂതാനി ഗ്രസത്തെ താനി തൈ സ്വയം. അവിദ്വാനേവം ആത്മാനം മന്യതേനീശമീശ്വരം ഭൂതൈ സൃജതി ഭൂതാനി ഗ്രസത്തെ താനി തൈ സ്വയം. കർമ്മവശം വഴി ജീവൻ സൃഷ്ടിയാദികൾക്ക് കാരണമെന്നത് ഒരു പിന്നെ ആചാര്യന്മാരുടെ അഭിപ്രായത്തെ നിഷേധിക്കുകയാണ് ഇവിടെ വൃത്രം ചെയ്യുന്നത്. അസ്വതന്ത്രനായ ജീവനാണ് ജീവൻ അസ്വതന്ത്രനാണ്. കാരണം അതിനൊരു സ്വാതന്ത്ര്യവുമില്ല. ഈശ്വരൻ്റെ കൽപ്പന അനുസരിക്കാമെന്ന് മാത്രമേ ജീവന് പറ്റുകയുള്ളൂ. സൃഷ്ടിയാദികൾ നടത്തുന്നവൻ എന്ന് വാദിക്കുന്നവർ അറിവില്ലാത്തവരാണ്. അവരാണ് സൃഷ്ടി നടത്തുന്നതെന്ന് അറിയുന്നവൻ. വെറുതെ പറയുന്ന മാതാപിതാക്കന്മാർ സന്താനങ്ങളെ ജനിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാഘ്രാദികൾ ഈ ജീവനെ ഇല്ലാതാക്കുന്നുമുണ്ട്. ഇത് പ്രത്യക്ഷമായിട്ട് കാണുന്നത് കൊണ്ട് സൃഷ്ടികൾക്കും അതുപോലെ തന്നെ അത് ഇല്ലാതാക്കുന്നതും ഒക്കെ ഈശ്വരനല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമല്ലോ, സാധിക്കത്തില്ല എന്ന് അത് വൃത്രം വ്യക്തമായിട്ട് ഇവിടെ പറയുക. അങ്ങനെ ശങ്കിക്കേണ്ട, അങ്ങനെ ഒരു വിചാരം വേണ്ട, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകണ്ട. ഈശ്വരൻ തന്നെ ഭൂതങ്ങളെ കൊണ്ട് മറ്റുള്ളതിനെ സൃഷ്ടിപ്പിക്കുന്നു, മറ്റു ഭൂതങ്ങളെ കൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നു. അങ്ങനെയുള്ള ആ സർവജ്ഞനും സർവശക്തനുമായ അവൻ ഈശ്വരൻ മാത്രമാകുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ ആയു ശ്രീ കീർത്തിർ ഐശ്വര്യം, പിന്നെ ആശിഷ എന്നാക്കണേ, മാ വെട്ടിയിട്ട് ആശിഷ പുരുഷസ്യ, ആശിഷ പുരുഷസ്യ എന്ന് പറയണം, പാപ് ഇരട്ടിച്ച് പറയണം. ആശിഷ പുരുഷസ്യ യാഹ ഭവന്ത്യേവ ഹി തത്കാലേ യഥാ നിച്ഛോർ വിപര്യയഃ. ആയു ശ്രീ കീർത്തിരൈശ്വര്യം ആശിഷ പുരുഷസ്യ യാഹ ഭവന്ത്യേവ ഹി തത്കാലേ യഥാ നിച്ഛോർ വിപര്യയഃ. ആയുസ്, ശ്രീ, കീർത്തി ഇതെല്ലാം ഐശ്വര്യം, അനുഗ്രഹങ്ങൾ, ആശിസ്സുകൾ അതായത് അനുഗ്രഹങ്ങൾ ഈ ഒരു പുരുഷന് യാതൊന്നുകളോ അത് ഇച്ഛിക്കാത്തവന് വിപരീത അവസ്ഥ എന്ന പോലെ. ഇച്ഛിക്കുന്നവന് സന്തോഷം, അത് കിട്ടാൻ ആഗ്രഹിക്കാത്തവനോ അതത്ര വലിയ സന്തോഷമൊന്നുമല്ല. അതുണ്ടാകാനുള്ള കാലത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതൊക്കെ ഏതാ? ആയുസ്, ശ്രീയ, കീർത്തി, ഐശ്വര്യം, ജീവിതകാലം, അതുപോലെ ശോഭ, കീർത്തി, ഐശ്വര്യം, യശസ്, പ്രഭുത്വം, അതുപോലെ അനുഗ്രഹങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അത് ഇച്ഛിക്കാത്തവന് ചിലപ്പോൾ കിട്ടും, ഇച്ഛിച്ചവന് കിട്ടുന്നുമില്ല. ഇതൊക്കെ അതുണ്ടാവാനുള്ള കാലത്തിൽ അതുണ്ടാകുക തന്നെ ചെയ്യും. അതുണ്ടാകാനുള്ള കാലത്തിൽ നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്തില്ലെങ്കിലും ഉണ്ടാകും. അപ്പോൾ അതെന്താ പറഞ്ഞത്? ഇത് ഭഗവാന്റെ ഇച്ഛ. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഭഗവാന്റെ ഇച്ഛ അതാണ് നടക്കുന്നത് ഇവിടെ. നമ്മൾ ഭഗവാനെന്ന് പറഞ്ഞു, അതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായ ഒരു വാക്ക് അതാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ
നമ്മുടെ പ്രഭുവായ ഭഗവാൻ തന്നെയാണത് തരുന്നത്. ദുഃഖം തന്നാലും സുഖം തന്നാലും ഭഗവാൻ തന്നത് വാങ്ങിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. അതിന് അതിനെ സഹിക്കാൻ, ദുഃഖമാണെങ്കിൽ അതിനെ സഹിക്കാനായിട്ടുള്ള കഴിവും കൂടെ നമുക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും ഒരുപാടങ്ങ് സന്തോഷിക്കാതിരിക്കാം. ന്യായമായത് കിട്ടി, അത് ഭഗവാൻ തന്നതാണ്, അതും സന്തോഷത്തോടെ സ്വീകരിക്കുക. ഏതുപോലെ തന്നെ ദുഃഖം തന്നാലും അതുപോലെ സ്വീകരിക്കുക. ദുഃഖമായിട്ട് നമ്മളിതിനെ വ്യാഖ്യാനിച്ചതിനെ വലിയതായിട്ട് പറയാൻ, ഞാൻ എന്നും ഭഗവാനെ ഇത്രയും പൂജിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, ആ ഒരു ചോദ്യം ഇടയ്ക്കെങ്കിലും മനസ്സിലുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഭക്തർ എന്ന് പറയുന്ന ആ വിഭാഗത്തിലാണത് കൂടുതൽ. ഭക്തി ഇല്ലാത്തവർ അങ്ങനെ വിചാരിക്കുന്നില്ല. ഒരു കണക്കിന് അവരഭേദം. ഭക്തിയുള്ളവർ ഓർക്കുന്നത് ഭഗവാൻ ഇതെന്ത് തന്നു, എനിക്ക് ഭക്തി, ഞാൻ ഭഗവാനോടുള്ളത് എനിക്ക് എപ്പോഴും സുഖം തരാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? ഭക്തി ഇല്ലാത്തവനൊക്കെ അപ്പോൾ ദുഃഖം അങ്ങ് കൊടുക്കുമോ? ഇല്ല. ഭഗവാൻ അതിനൊരു നിശ്ചയമുണ്ട്. ആ ഒരു ജീവനെ ഇങ്ങോട്ട് വിട്ടപ്പോൾ അതിനൊരു നിയമങ്ങളുണ്ട്. ഇന്നത് പോലെയുള്ള അനുഭവങ്ങൾ അതിനുണ്ടാവുമെന്ന്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, അതൊന്നും മാറ്റാൻ ഭഗവാനോട് പറയാൻ നമ്മൾ ആളല്ല. എന്താ, ഭഗവാന്റെ തീരുമാനമേ നടക്കൂ. അപ്പം നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാതെ അതൊരു തത്വമാണത്. നമുക്ക് പറയാം, ഭഗവാനെ ദുഃഖങ്ങൾ തരുമ്പോൾ അതിൻ്റെ കൂടെ എനിക്കത് സഹിക്കാനുള്ള കഴിവും കൂടെ തരണേന്ന്, അല്ലേ? അത് വേണമല്ലോ. നമുക്കതിനെ നേരിടാൻ, അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ളൊരു കഴിവും കൂടെ തരണേ. അപ്പോൾ സുഖം വന്നാലും നമ്മൾ ഓർക്കുക, ഈ സുഖം വന്നത് എൻ്റെ സാമർഥ്യം കൊണ്ടാണ്, അല്ലെ എൻ്റെ പണത്തിൻ്റെ മിടുക്ക് കൊണ്ടാണ്, അല്ലെ എൻ്റെ ഏതെങ്കിലും എനിക്കൊരു ഇത് അനുഗ്രഹം കിട്ടിയാൽ അതെൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്, എൻ്റെ ഭക്തി കൊണ്ടാണ് എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. അതൊക്കെ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. സന്തോഷം സ്വീകരിച്ചോളൂ. സന്തോഷത്തോടെ ഭഗവാനെ സന്തോഷത്തോടെ അധികം അതിനെക്കുറിച്ച് നമ്മൾ അങ്ങ് ഇതാക്കാൻ പോകണ്ട. എന്താണെന്ന് വെച്ചാൽ അതും ഇല്ലാതാകാൻ അധികം നേരം വേണ്ട എന്ന് ഓർക്കുക. അതുകൊണ്ട് നമ്മളൊരു കാര്യം സന്തോഷമായിട്ട് വരുമ്പം ഇങ്ങനെ മുഖം നിർമ്മിച്ചിരിക്കണമെന്നല്ല, സന്തോഷമായിട്ടില്ല നമ്മളത് സ്വീകരിച്ചോളുക. അതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ വർണ്ണിക്കാതിരിക്കുക. നമ്മുടെ ആ സുഖം നമുക്ക് ഏതാണ് അനുകൂലമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, സുഖം എന്നൊന്നും പറയണ്ട, അനുകൂലമായ ഒരവസ്ഥ, നമ്മൾക്ക് അനുകൂലമായ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് വലിയ ശ്ലാഘിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാന്റെ തീരുമാനം അതാ. അപ്പോൾ വേറെ ഒന്നും ഭഗവാൻ വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു ദുഃഖമോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പോഴും ഭഗവാനെ പഴിക്കണ്ട. നമ്മൾ സുഖം വന്നപ്പോൾ ഒരുപാടൊന്നും ഭഗവാനെ സ്തുതിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ദുഃഖം വരുമ്പോൾ എന്തിനാണ് ഒരുപാട് പഴിക്കുന്നത്? അത് വേണ്ട. അപ്പം നമ്മൾ രണ്ടും തുല്യമായിട്ടേ തന്നിട്ടുള്ളൂ കേട്ടോ. എല്ലാ ജീവന്മാർക്കും തുല്യമായിട്ടാണത്. അവരുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ചിലർക്ക് സുഖമായിട്ട് തരുന്നതിന് ദുഃഖമായിട്ട് തോന്നും. നമ്മൾ പറയും അട്ടയെ പിടിച്ച് മെത്തേക്കകത്തെ കിടക്കുകയെന്ന്. അപ്പം നമുക്ക് നല്ലൊരു സൗകര്യം, നല്ലൊരു സാമ്പത്തിക നല്ലൊരു സൗകര്യമായ അവസ്ഥ, ഒരു അനുഗ്രഹങ്ങളെല്ലാം തന്നാലും നമ്മളതിനെ അതങ്ങനെയായിട്ട് കാണുന്നില്ലെങ്കിൽ പിന്നെ അത് പ്രയോജനമില്ലല്ലേ. ഇപ്പം ഈ മദ്യം പോലെയുള്ള ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല മധുരമുള്ള നല്ല ഏറ്റവും നമ്മളേറ്റവും പഞ്ചാമൃതം എന്ന് പറയും, പാൽപ്പായസം എന്ന് പറയും. അമ്പലപ്പുഴ പാൽപ്പായസവും മുരുകൻ്റെ പഴനിയിലെ പഞ്ചാമൃതവും കൊണ്ടുവന്ന് കൊടുത്താൽ അവർക്ക് വലിയ കാര്യമൊന്നുമല്ലത്, നമുക്കല്ലേ കാര്യം. സത്യം. ഇതിൻ്റെ ഉദാഹരണത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ ലഹരിമരുന്ന് ഉപയോഗിക്കാൻ ആ സമയമാകുമ്പോൾ അവർ കാണിക്കുന്ന പരാക്രമമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കപ്പം ആ സമയത്ത് കൊണ്ടൊരു പാൽപ്പായസം കൊടുത്തു നോക്കൂ. അത് അനുഗ്രഹമാണ് ശരിക്കും. ഭഗവാന്റെ പാൽപ്പായസം കിട്ടിയെന്നുള്ളത്, പഞ്ചാമൃതം കിട്ടിയെന്നുള്ളത് ഒരു സന്തോഷമായിട്ട് സ്വീകരിക്കാൻ നോക്കുമോ അയാളിന് വേണ്ടത് മറ്റേതാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ സന്തോഷവും സങ്കടവും ദുഃഖവും സുഖവും ഒക്കെ മാറി പോകുന്നത്. അത് ഒരാളിൻ്റെ സുഖമായിരിക്കണമെന്നില്ല മറ്റേ ആളിൻ്റെ സുഖം, അല്ലേ? ആ ആളിന് ദുഃഖമുണ്ടായെങ്കിൽ അത് ആ ആളിന് മാത്രമായിരിക്കാം. അല്ലാതെ വേറെ വെളിയിൽ നിന്ന് നോക്കുന്ന ആളിന് അതൊരു ദുഃഖമായിട്ട് കാണാറില്ല. ഇപ്പം മനസ്സിലായല്ലോ ഏകദേശം കാരണം. തസ്മാത് അകീർത്തി യശസോർ ജയാപജയോരപി സമസ്യാത് സുഖ ദുഃഖാഭ്യാം മൃത്യുജീവിതയോസ്തഥാ. തസ്മാത് അകീർത്തി യശസോ
യശസോ ജയ യശസോഹോ ഉണ്ട് കേട്ടോ, യശസോഹോ ഉണ്ട്, എന്നാലേ അങ്ങനെ ശരിയാകത്തുള്ളല്ലോ അവിടെ അല്ലേ. യശസോഹോ ഇറന്നുള്ളത് വെട്ടിയിട്ട് യശസോ ഇവിടെ നിർത്തുക. എന്നിട്ട് പിന്നെ ജ വേണ്ട, ജയാപ ജയയോരപി, വെറും ഒരു ജാ മതി. എൻ്റെ പുസ്തകത്തിൽ അങ്ങനെയുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ സോ കഴിഞ്ഞിട്ട് യശസ്സോ കഴിഞ്ഞിട്ട് എന്നെഴുതി നിർത്തിയിരിക്കുകയാണെങ്കിലും വിസർഗമിട്ട് നിർത്തിയിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇജ്ജ വേണ്ട, ജയാപ ജയയോരപി. സമസ്യാത് സുഖദുഃഖാഭ്യാം മൃത്യു ജീവിതയോസ്തതഃ. ജീവിതയോ കഴിഞ്ഞൊരു കോമായിട്ടോ സ്തഥ എന്ന് വായിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. തസ്മാത് അകീർത്തി യശസ്സോ, അകീർത്തി എന്ന് വായിച്ചോളേ. തസ്മാത് അകീർത്തി, തസ്മാത് അകീർത്തി യശസ്സോഹോ ജയാപ ജയയോരപി സമസ്യാത് സുഖദുഃഖാഭ്യാം മൃത്യു ജീവിതയോസ്തഥ. എല്ലാം ദൈവാധീനമായതുകൊണ്ട്, ദൈവത്തിന് അധീനമായതുകൊണ്ട്, ദൈവാധീനമായി എന്ന് നമ്മൾ പറയലേ, നമ്മൾ പറയാറുള്ള വാക്കാണ് ദൈവാധീനം. എന്താ, ദൈവത്തിന് അധീനമാണെന്നാണ് പറഞ്ഞത്, അല്ലാതെ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇച്ഛ കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ദൈവാധീനമായതുകൊണ്ട് കീർത്തിയും അകീർത്തിയും ജയവും പരാജയവും സുഖവും ദുഃഖവും, അതായത് ദ്വന്ദ്വങ്ങൾ, ജീവിതവും മരണവും എല്ലാം നേരിടുമ്പോൾ നിർവികാരനായിട്ടിരിക്കണം. ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ പൂർണ്ണമായിട്ട്, കാരണം നമ്മളെല്ലാം സാധാരണ മനുഷ്യരായതുകൊണ്ട് നിർവികാരമായിട്ടിരിക്കുന്നത് മറ്റൊരാൾ കാണുമ്പോൾ അതൊരു അഭംഗിയാണ്. നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലരെ ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് അറിയാവുന്ന പലരുമുണ്ട്, നമുക്ക് വളരെ ചിരിക്കേണ്ട ഒരു സമയത്ത് ഒരു ഗ്ലൂമി ആയിട്ടിരിക്കുക, അതൊരു അതിന് ആ കാര്യത്തിൽ പങ്കെടുക്കാൻ ചെല്ലുന്നവരും കൂടെ വല്ലാതായി പോകും. ഇവർക്ക് എന്താണോ ഇവരിങ്ങനെ മുഖം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇവർക്ക് ഇതെല്ലാം കിട്ടിയിട്ട് ഇവർക്കൊരു തൃപ്തി ഇല്ലാത്ത പോലെ അല്ലേ. അതാണ് ഞാൻ പറയുന്നത്, തൃപ്തി ഇല്ലാത്ത പോലെ ഇരിക്കുന്നത്, എല്ലാം സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പം നമുക്ക് ദുഃഖം വരുമ്പോഴും നമ്മൾ സന്തോഷിച്ചിരിക്കണമെന്നല്ല, ദുഃഖം വരുമ്പോൾ നമുക്കുണ്ടായതായിട്ടുള്ള ദുഃഖത്തിൻ്റെ പരസ്യമായിട്ട് കാണിക്കുന്നതിന് നമ്മൾ സാധാരണക്കാർക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ദുഃഖമുണ്ടാകുമ്പോൾ നമ്മളുടെ പ്രകൃതി നിയമം അനുസരിച്ച് കരഞ്ഞു പോകും അല്ലേ. പ്രകൃതി നിയമം അത്, അല്ലാതെ അത് നമ്മൾ ഉണ്ടാക്കിയതൊന്നും അല്ല. പ്രത്യേകമായിട്ട് അത് സിനിമയ്ക്കെല്ലൊക്കെ കാണുന്ന, അല്ലാതെ നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും ഒക്കെ വരും. അപ്പോൾ അത് ദുഃഖിക്കേണ്ട സമയത്ത് ദുഃഖഭാവം ഭാവിച്ചേ മതിയാകൂ. ചിലർക്ക് നമ്മുടെ രീതി എങ്ങനെയാണ്, നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അവർ മരണം വീട്ടിൽ ചെന്നാൽ ആർത്തുല്ലസിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് സന്തോഷമായ ഒരു സംബന്ധിക്കുന്ന ഒരു കാര്യം നടക്കുന്ന വീട്ടിൽ നമ്മളും ഗ്ലൂമി ആയിട്ട്, നമ്മൾ പ്രത്യേകിച്ച് ഹോസ്റ്റായാണ്, എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ആതിഥേയരാണെങ്കിൽ വരുന്നവരെ സ്വാഗതം ചെയ്യുന്നതൊക്കെ സന്തോഷത്തോടു കൂടി വേണം. മുഖം വീർപ്പിച്ചുകൊണ്ട്, മുഖം മ്ലാനതപ്പെട്ടും എനിക്കിതൊന്നും വലിയ കാര്യമല്ല, ഞാൻ നിർവികാരനായിട്ടിരിക്കുക, അങ്ങനെയുള്ളവർ ഈ ഗൃഹസ്ഥാശ്രമമൊക്കെ വിടണം. അല്ലാതെയുള്ളവർ, ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളത് അധിക പ്രസംഗമായിട്ടൊന്നും കരുതരുത്. ചേച്ചി എന്നെ ഇങ്ങനെ പറയുന്നത് സത്യമല്ല ഞാൻ പറഞ്ഞത്. വേണ്ടടുത്ത് സന്തോഷിക്കണം, പക്ഷെ മനസ്സിൽ അതൊരു കാര്യം പറയാം, നമ്മളിതെല്ലാം പ്രകടിപ്പിക്കുന്നതിലായിക്കോട്ടെ, പക്ഷേ മനസ്സിൽ നമ്മൾ നിർവികാരമായിട്ടിരിക്കാൻ നമുക്ക് പറ്റും അല്ലേ. നിർവികാരമായിട്ടിരിക്കാൻ പറ്റും. സന്തോഷിച്ചാലും നമ്മൾ ചിരിച്ചു സന്തോഷിച്ച് വരുന്നവരെയൊക്കെ സ്വീകരിച്ചു, എല്ലാം നിങ്ങൾക്കെല്ലാം സൗഖ്യമാണോ, എല്ലാം ഇവിടെ വന്നത് എല്ലാത്തിലും പങ്കെടുത്ത് സന്തോഷമായിട്ടാണ് നിങ്ങൾ പിരിഞ്ഞു പോകുന്നതെന്ന് ചോദിച്ച് അവരെ യാത്രയാക്കി ഇതൊക്കെ ചെയ്യണം. അപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സമഭാവന ഉണ്ടാകണം. ഇതിപ്പോൾ കഴിഞ്ഞു, ഇപ്പോൾ എല്ലാം നല്ലതാണ്, ഇനി ഇതിൻ്റെ പേരിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകാൻ മേലെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർവികാരമായിട്ട് മനസ്സിനെ വെക്കാം, പക്ഷേ പ്രവൃത്തിയിൽ നമ്മൾ അത് ഞാനൊന്ന് പറഞ്ഞാൽ കേട്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നതല്ല, ഞാൻ സാധാരണ ഉള്ള ഒരാൾക്കാരുടെ കാര്യം, സാധാരണക്കാരാണല്ലോ നമ്മളെല്ലാം പഠിക്കുന്നവർ. അപ്പം അതുകൊണ്ട് അതിന് ഇത്തിരി ഒരു ഇത് കൊടുക്കാം. മനുഷ്യ സഹജമായ ദുഃഖവും പ്രകടിപ്പിക്കുന്നതിന്, സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് ഒരു തെറ്റുമില്ല. പിന്നെ അടുത്തത് സത്വം രജസ്തമ ഇതി പ്രകൃതേർനാത്മനോ ഗുണാഃ തത്ര സാക്ഷിണമാത്മാനം യോ വേദ ന സബധ്യതേ. സത്വം രജസ്തമ ഇതി പ്രകൃതേർനാത്മനോ ഗുണാഃ. ഗുണങ്ങൾ ആത്മാവിൻ്റേതല്ല, പ്രകൃതിയുടേതാകുന്നു. തത്ര സാക്ഷിണം, അതിൽ സാക്ഷിയായിരിക്കുന്ന ആത്മാനം, അതിപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ ആത്മാവിനെ വേദ, യാതൊരുവൻ അറിയുന്നു. വേദ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, അറിവ് എന്നൊക്കെയാണ്.
സഹ ന ബധ്യതേ അവൻ, സഹ എന്ന് പറഞ്ഞാൽ അവൻ, സാ അവൾ, സഹ ന ബധ്യതേ അവൻ ബന്ധിക്കപ്പെടുന്നില്ല. അത് സുഖദുഃഖാദികളിൽ സമഭാവനയുള്ളവനായിരിക്കുന്ന ഉപായം പറയുന്നു. എങ്ങനെയാണത് സാധിക്കുന്നതെന്ന്. സത്വം രജസ് തമസ് എന്ന ഗുണങ്ങൾ ഇതൊന്നും ആത്മാവിൻ്റേതല്ല, പ്രകൃതിയുടേതാണ്. ആ പ്രകൃതിയുടെ അനുസരിച്ചാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഗുണകാര്യമായ ശരീരത്തിൻ്റെയും ഇന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതെന്നും മോഹനിമിത്തമാണ് ഈ സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വരുന്നത്. അത് എൻ്റേതായത് കൊണ്ടാണ് എനിക്ക് ദുഃഖം, അല്ലെങ്കിൽ എനിക്ക് ദുഃഖമില്ല, അല്ലേ? അത് നമ്മൾ പല പ്രാവശ്യം ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുള്ളത്. എൻ്റേതിൻ്റെ കാര്യം വരുമ്പോഴേ എനിക്കെന്തെങ്കിലും എൻ്റെ മേലെ പിന്നെ അവനവൻ്റെ ദേഹത്ത് ഞൊള്ളുമ്പോഴേ വേദനയുള്ളതെന്ന് നമ്മൾ പറയുന്നത് അത് തന്നെ കാര്യം. മറ്റവനാണ് നമ്മളവരുടെ ദുഃഖത്തിൽ പങ്കുചേരും എന്നാണ് പറയുന്നത്, അല്ലേ? പങ്കുചേരും. നമ്മൾ അവിടെ ഒന്ന് പോയി, അല്ലെങ്കിൽ ആ ദുഃഖം എന്തെങ്കിലും ഏത് തരത്തിലുള്ള ദുഃഖമാണെങ്കിലും അയ്യോ കഷ്ടം എന്നൊന്ന് പറയുക, അല്ലെ അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതിൽ നിന്ന് അവരെ കരകയറാൻ സഹായിക്കുന്നവരെ കാണും. ഓരോ രീതിയിൽ തിരിച്ച് നോക്കിയാൽ മനുഷ്യർ ഒരാളിൻ്റെ ദുഃഖത്തിൽ എത്രമാത്രം ഇൻവോൾവ് ആണോ അത് ഓരോരുത്തരുടെ ആളുമായിട്ടുള്ള പരിചയം പോലെ ഇരിക്കും. സുഖമാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ആ ആളിനുണ്ടാകുന്ന അത്രയും തീവ്രത മറ്റൊരാൾക്കും ഉണ്ടാകുന്നില്ല. ആ കാര്യത്തിൽ അത് അവനവൻ്റെ തന്നെയായിരിക്കും. ആ ദുഃഖങ്ങൾ അവനവൻ തന്നെ അതിനെ നേരിട്ടേ മതിയാകുള്ളൂ. അതൊക്കെ മനസ്സിൻ്റേത്, അല്ല പ്രകൃതിയുടെ ഗുണമാണ്, അത് ഈശ്വരൻ്റേതല്ല. അതായത് ആത്മാവിൻ്റെ ഗുണമല്ലത് ഈ ത്രിഗുണങ്ങൾ. അത് നമ്മളെപ്പോഴും പറഞ്ഞതാണ്. അതുകൊണ്ട് അവൻ അതുമായിട്ട് അറിയുന്നവൻ, ഇതെല്ലാം അറിയുന്നവനോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവനെ ബന്ധിക്കപ്പെടുന്നില്ല. അവൻ ബന്ധിക്കപ്പെടുന്നില്ല ഏതിൽ? ഈ സത്വരജ തമ ഗുണങ്ങളിൽ അവൻ ബന്ധിക്കപ്പെടുന്നില്ല. അതെല്ലാം പ്രകൃതിയുടെ ഗുണമാണ്, തൻ്റേതല്ല. ഹരി ഓം.